ഞാൻ അതിലൊരു ക്ലാരിറ്റി ഉണ്ട്. ഇപ്പോൾ ഈ ദാനം ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരു ഇപ്പോൾ ഒരു ഇന്ത്യ പോലെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നിട്ട് നമ്മൾ പറയുമ്പോൾ ഉള്ളവൻ ഇല്ലാത്തവന് എന്തോ കൊടുക്കുന്നു, ഇതാണ് ദാനം എന്നാണ് നമ്മൾ പറയുക. ഞാനിവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എടുത്ത് പറയുകയാണത്. ഇവിടെ നമ്മൾ കാണുന്നത് ഇസ്ലാമിൽ അത് പ്രധാനമായിട്ട് മൂന്ന് രീതിയിലാണ് പറയുക. ഒന്ന്, നിർബന്ധിതമായ ജക്കാത്ത് എന്ന് പറയുന്ന ഒരു സാധനം. ജക്കാത്തിന്റെ അവകാശികളിൽ കാഫിറിനില്ല, കൊടുക്കാൻ പാടില്ല, ഹറാമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഹലാൽ ഹറാം എന്ന് പറയുന്നത് ഹറാമാണ്. അതിൽ തന്നെ നിങ്ങൾക്ക് കൊടുക്കാം ഒരു കൂട്ടം ആളുകൾ. ആ കൂട്ടം ആരാണ്? അവരെങ്ങാനും ഇസ്ലാമിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? നമ്മളുടെ ചില സ്വാമിമാരെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അവരിങ്ങനെ ഇസ്ലാമിനെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്ന ചില സ്വാമിമാരുണ്ടല്ലോ, ചില വെളിച്ചെണ്ണ സ്വാമിമാരെന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറയാറ്, ഫിനോയിൽ എന്നൊക്കെ. അതെ, അപ്പൊ അവർക്ക് കൊടുക്കാം. ഇപ്പൊ നമ്മളുടെ ചില MP, നമ്മളുടെ പ്രതാപൻ MP കുറിച്ച് നമ്മൾ പറയാറുണ്ട്, തൃശ്ശൂരുണ്ടായിരുന്ന അദ്ദേഹം ആ ഒരു സ്റ്റൈലിലാണ് സംസാരിക്കുന്നത്. ഇസ്ലാം വളരെ മാനവികമാണ്, ഓ മനുഷ്യരെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്നൊക്കെ പറയും. അപ്പൊ കാഫിറെ എന്ന് എടുത്തു വിളിക്കുന്ന വാചകങ്ങൾ ഖുറാനിലുണ്ട്, അത് ഇവർ കാണില്ല. അപ്പൊ അവർ ഈ മനുഷ്യരെ എന്ന് വിളിക്കണ മാത്രം എടുത്ത് പറയും. അപ്പൊ ബാക്കിയുള്ള ആളുകൾ വിചാരിക്കും, ഓ എത്രമാത്രം മാനവികമാണോ എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ പറയുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഇസ്ലാമിലേക്ക് വരാൻ സാധ്യതയുള്ള ആളുകളെ ഇതിലേക്ക് പിടിച്ചിങ്ങ് തള്ളിയിടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ് അവർക്ക് കൊടുക്കാം. അത് സക്കാത്തിന്റെ ഒരു അവകാശമാണ്. അല്ലാതെ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇതിലൊരു കാര്യം പറഞ്ഞോട്ടെ. ഖുർആൻ മുശ്രിക്കൂൻ എന്ന് വിളിക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞു വന്നത്, യാ യുഹൽ കാഫിറൂൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്, കാഫിറുകളെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു ഒരു പ്രധാനപ്പെട്ട സംഗതി. ഇനി രണ്ടാമത്തേത്, നമ്മളിപ്പോ പെരുന്നാൾ, നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാളിന് മുന്നേ കൊടുക്കുന്ന ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞ ഒരു സംഗതി. അതിലും അവിടെയും നിങ്ങൾ മുസ്ലിമിനല്ല കൊടുക്കാൻ പറയുന്നത്. അത് സോറി, ആ മുസ്ലിമിനല്ല, അത് മുസ്ലിമിന് മാത്രമേ കൊടുക്കാൻ പറയുന്നുള്ളൂ. പിന്നെ ഉള്ളത് സദക്ക എന്ന് പറയുന്ന പൊതുവായിട്ട് ഇപ്പൊ നമ്മൾ വെറുതെ നടന്നു പോകുമ്പോൾ നമ്മുടെ കയ്യിലൊരു 10 രൂപ ഇങ്ങനെ കൊടുക്കബിൾ ആയിട്ടുള്ള ഒരു 10 രൂപ ഉണ്ട്, ആരെങ്കിലും ഒരാൾക്ക് കൊടുക്കാം. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങളുടെ മുന്നിലേക്ക് അത് ആവശ്യമുള്ള ഒരു മുസ്ലിമും അമുസ്ലിമും കടന്നു വരികയാണ്, രണ്ടുപേർക്കും 10 രൂപ വേണം. എൻ്റെ മുന്നിലേക്ക് വരുന്നു, ഞാൻ ആർക്ക് കൊടുക്കണം? എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? ആദ്യം മുസ്ലിമിന്റെ പ്രശ്നം തീർക്കുക, എന്നിട്ട് മതി ആ മുസ്ലിമിന്റെ പ്രശ്നം തീർക്കുക എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരതേ ചെയ്യൂ. അറിയാത്ത ആളുകൾ ചിലപ്പോ ഹിന്ദുവിനെ കാണുമ്പോൾ മനസ്സലിഞ്ഞിട്ട് കൊടുക്കുന്ന, ഒരു സെക്കൻഡ്, ഇത് കാണുമ്പോൾ ഇത് മനസ്സലിഞ്ഞിട്ട് കൊടുക്കുന്ന വളരെ മനുഷ്യ സ്നേഹികളായിട്ടുള്ള മുസ്ലിങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ ധരിക്കുന്നത് അവരുടെ ആ മാനുഷിക സ്നേഹം, അവർ കാണിക്കുന്ന അനുകമ്പ, ഇത് ഇസ്ലാമിന്റെ ഭാഗമായിട്ട് കിട്ടിയതാണെന്നാണ് അവർ ധരിക്കുന്നത്. അത് തെറ്റിദ്ധാരണയാണ്. അത് അവരുടെ സഹജമായിട്ടുള്ള ക്വാളിറ്റിയാണ്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, അത് തിരുത്തി കൊടുക്കണ്ടേ. നിങ്ങൾ കൊണ്ടു നടക്കുന്നത് ഇസ്ലാമിന് അന്യമാണ്, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്, നിങ്ങൾ ഇസ്ലാമിലേക്ക് പോകാതിരിക്കൂ എന്ന് പറയണം. അല്ലെങ്കിൽ നിങ്ങൾ തീവ്രവാദത്തിലേക്ക് എത്തിപ്പെടും എന്ന് നമ്മൾ പറയേണ്ട ആളുകളായി മാറുന്ന അവിടെയാണ്. ഇവർ പറയുന്ന മറ്റൊരു കള്ളത്തരം അനിൽജി, മറ്റൊരു കള്ളത്തരം, മനുഷ്യന് ഈ മൂല്യങ്ങളൊക്കെ കൊടുത്തത് മതമാണെന്നാണ്. അമ്മയെ അമ്മയായിട്ട് കാണാനും പെങ്ങളെ പെങ്ങളായിട്ട് കാണാനും ഒക്കെ മതം പറഞ്ഞിട്ടാണ് ഈ വിഡ്ഢികൾ പറയുന്നത്. ഇപ്പൊ മതം ഇല്ലായിരുന്നു ഇവരൊക്കെ അമ്മയെ ഭോഗിച്ചതിനല്ലേ എന്റെ അർത്ഥം. അങ്ങനെ അപ്പൊ ഇസ്ലാമിൽ പെടാത്ത ആളുകളൊക്കെ ആ മാതൃഭോഗികളാണോ? അപ്പൊ ഇമ്മത്തെ പൊട്ടത്തരൊക്കെ ചെറുപ്പം മുതലേ പഠിപ്പിച്ചിട്ട്, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നേരത്തെ ആരിഫ് പറഞ്ഞതില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു 90% ആളുകളും ഇപ്പൊ ഇതുപോലെ ഇസ്ലാമിനെ പുകഴ്ത്തുന്നവരാണ്. അവർക്ക് കിട്ടുന്ന അവസരങ്ങളും പ്രസംഗങ്ങളിലും ഒക്കെ ഇസ്ലാമിനെ വളരെയധികം പുകഴ്ത്തുന്നവരാണ്. കാരണം ഇസ്ലാം ഒരു മാനവീയ മതമാണ്, തൊട്ട് അടുത്ത വീട്ടിലെ ആൾ പട്ടിണി നടക്കുമ്പോൾ ഇവിടെ അടുപ്പ് പോകാൻ പാടില്ല എന്നൊക്കെയുള്ള ചില സൂക്തങ്ങൾ എടുത്തിട്ട് അവർ പല പ്രസംഗങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. ഈ മണ്ടന്മാർക്ക് മനസ്സിലാവുന്നില്ല, ഖുറാന്റെ മൊത്തം ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ 2 വിഭാഗമാണ്. അതായത് നിങ്ങൾ മുത്തക്കൂൻ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വാസികളും, മുഷ്രിഖൂൻ നിങ്ങൾ ഷിർക്ക് ആചരിക്കുന്നവർ. ഷിർക്ക് എന്ന് പറഞ്ഞാൽ ബഹുദൈവ ആരാധന, വിഗ്രഹാരാധന, ഇത് ചെയ്യുന്നവരും. ഇവർ എപ്പോഴും നിത്യ നരകത്തിന് അവകാശികളുമാണ്. അവർക്ക് ഒരു കൈ അയച്ച് ഒരു സഹായം ചെയ്യാനും പാടില്ല. ഒരു മുഷ്രിഖ്, അതായത് ഒരു ഷിർക്ക് ആചരിക്കുന്നവന്, ഒരു മുഷ്രിഖിന് ഒരു പൈസ കൊടുത്താൽ അത് ഷിർക്ക് ആചരിക്കാൻ കൊടുത്ത പൈസയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നിങ്ങള് ഇപ്പൊ ഗുരുവായൂരപ്പന്റെ ഭക്തനായ ഒരാൾക്ക് ഒരു ഇസ്ലാമിക പ്രവർത്തകനോ സൊസൈറ്റിയോ അരി കൊടുത്താൽ അത് അള്ളാഹുവിന്റെ കണ്ണിൽ എന്താണത്? യവൻ ഈ അരിയും കഴിച്ച് ആരോഗ്യം വെച്ച് നടന്ന് ഗുരുവായൂർ പോയി തൊഴുതാൽ അള്ളാഹു അല്ലാത്ത മറ്റൊരു ദൈവത്തെ തൊഴുതെന്ന് കണക്കാക്കുകയും അവനെ എണ്ണയിലിട്ട് പൊരിക്കാനുള്ള പരിപാടിയായി അവിടെ എണ്ണ തിളപ്പിച്ചു കൊടുക്കും. അപ്പൊ തന്നെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിനർത്ഥം യാതൊരു തരത്തിലും ഈ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ലാത്തതും വിശേഷിച്ച് ബഹുസ്വര സമൂഹത്തിന്റെ കൂടെ ജീവിക്കാൻ ഒരു കാരണവശാൽ അനുവദിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു ആശയമാണ് ഇസ്ലാമിൻ്റെത്. ആ ആശയത്തിന് ഫണ്ട് കണ്ടെത്തുന്നുള്ള എളുപ്പമാവുന്നതിന് കാരണം ചെറുപ്പം മുതലേ ഇവരെ മദ്രസ പഠിപ്പിക്കുന്നുണ്ട്. ഈ പഠനം എന്താണ് എന്ന് നിയന്ത്രിക്കേണ്ടുന്ന സമയം കഴിഞ്ഞു. കേരളത്തിലേക്കും ഇന്ത്യയിലേക്ക് വരുന്ന സ്വർണത്തിന്റെ സോഴ്സും ടാർഗറ്റ് ആർക്കാണ് ഇത് കൊണ്ടുവരുന്നത്, അതും പിടിക്കപ്പെടേണ്ട സമയം കഴിഞ്ഞിട്ടും ഉറക്കം നടിക്കുന്നവർ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ. അതാണ് ഇവരുടെ ബലം. ഓക്കെ.